നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്ന് സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഒരു ടോപ്പിക്കാണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്സ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസസ്. ഈ 3 സെക്ഷൻ നമ്മൾ കഴിഞ്ഞതാണ്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്, മിക്കവാറും ഒരു മോളിക്യൂളിനെ ഒരു ആറ്റത്തിനെയൊക്കെയാണ് നമ്മൾ സിസ്റ്റമായി എടുക്കുന്നതെങ്കിൽ ആ മോളിക്യൂളിന് അല്ലെങ്കിൽ ആ ആറ്റത്തിന് ഏതൊക്കെ വിധത്തിൽ മൂവ് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ്ലി മൂവ് ചെയ്യാൻ പറ്റുന്ന വിധങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുക. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ഓർ മോഡ് ബൈ വിച്ച് എ ഡൈനാമിക് സിസ്റ്റം ക്യാൻ മൂവ്. ഇപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ആറ്റം ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കും. ഇത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, മോണോ അറ്റോമിക് ആണ്. അപ്പോൾ ഇതിന് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. അതായത് എക്സ് ആക്സിസിൽ സഞ്ചരിക്കാം, വൈ ആക്സിസിൽ സഞ്ചരിക്കാം, സെറ്റ് ആക്സിസിൽ സഞ്ചരിക്കാം. അപ്പോൾ അതിനെങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പൊ ഈ രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധങ്ങളെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര വിധത്തിൽ സഞ്ചരിക്കാം. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ്. വേസ് നമ്മൾ വേറൊരു വാക്കും കൂടി പറയും, ഇൻഡിപെൻഡന്റ് മോഡ് എന്ന് പറയും. ബൈ വിച്ച് ഡൈനാമിക് സിസ്റ്റം ക്യാൻ മൂവ്. അതിനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയാണ്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്? ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എനർജി ഈക്വലി ഡിവൈഡ് ചെയ്യും എന്നാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. അതായത് എല്ലാ എനർജി മോഡിലേക്കും ആ സിസ്റ്റത്തിന് എത്ര വിധത്തിൽ സഞ്ചരിക്കാനാവും, എത്ര വിധത്തിൽ ഇൻഡിപെൻഡന്റ് ആയി സഞ്ചരിക്കാനാകുമോ അതിനെയാണ് നമ്മൾ ഓരോ പോസിബിൾ എനർജി മോഡ് എന്ന് പറയുക. അങ്ങനെ അത്രയും എനർജി മോഡുകളിലേക്ക് ഈ ടോട്ടൽ എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എങ്ങനെ? ഓരോ എനർജി ലെവലിനും കിട്ടുന്ന ആവറേജ് എനർജി എന്ന് പറയുന്നത് 1/2 kBT ആണ്. ആ രീതിയിൽ മുഴുവനായും എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. നോക്കൂ, മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ്? 3/2 kBT ആണ്. ഇനി ഒരു ആവറേജ് കൈനറ്റിക് എനർജി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മോണോ അറ്റോമിക് ആണ്. ഈ മോണോ അറ്റോമിക് മോളിക്യൂളിന് എന്തൊക്കെ വിധത്തിൽ സഞ്ചരിക്കാം? എക്സ് ആക്സിസിൽ സഞ്ചരിക്കാം, വൈ ആക്സിസിൽ സഞ്ചരിക്കാം, സെറ്റ് ആക്സിസിൽ സഞ്ചരിക്കാം. അപ്പോൾ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് Vx ഉണ്ടാവും, Vy ഉണ്ടാവും, Vz ഉണ്ടാവും. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ കൂടി ടോട്ടൽ ആയിരിക്കും. അപ്പൊ ½ Vx² പ്ലസ് ½ Vy² പ്ലസ് ½ Vz². നമ്മൾ ഐസോട്രോപിക് ഗ്യാസസിനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാ വെലോസിറ്റികളും ഈക്വൽ ആയിരിക്കും. ഓൾ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി വിൽ ബി ഈക്വൽ. So half mvx² is equal to half mvy² is equal to half mvz². അതിന് മൂന്നിനെ നമ്മൾ vx തന്നെ ആക്കി എടുത്താൽ ഓരോ മോഡ് ഓഫ് എനർജിക്കും എത്ര ഇത് കിട്ടും? 1/2 kBT കിട്ടും അല്ലെ? കാരണം 3 ആണ്, 3 പേരും ഈക്വൽ ആണല്ലോ. അപ്പൊ 3/2 mvx² is equal to 3/2 kBT എന്ന് കിട്ടും. അതിൽ നിന്ന് half mvx² is equal to half kBT എന്ന് കിട്ടും. അപ്പൊ ഓരോ മോഡ് ഓഫ് എനർജിക്കും എന്ത് കിട്ടും? ½ kBT വെച്ച് എനർജി കിട്ടും. നമ്മൾ വീണ്ടും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞാൽ ഇനി എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓരോ മോളിക്യൂളിന്റെയും, സോളിഡിന്റെ, ലിക്വിഡിന്റെ, ഗ്യാസിന്റെയും, മോണോഅറ്റോമിക്കിന്റെ, ഡയഅറ്റോമിക്കിന്റെ, പോളിഅറ്റോമിക്കിന്റെ ഒക്കെ നമുക്ക് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാം. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അത് നമ്മൾ കണ്ടു. ഗ്യാസസിനെ 2 വിധത്തിൽ നമുക്ക് ഹീറ്റ് ചെയ്യിക്കാം. എന്തൊക്കെ വിധത്തിൽ ഹീറ്റ് ചെയ്യിക്കാം? ഗ്യാസ് എടുക്കുന്ന ആ പാത്രത്തിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യിക്കാം. അപ്പൊ വിത്തിൻ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയും. ആ പാത്രം തുറന്നു വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കാം. അപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആവില്ല, നമുക്കറിയാലോ, പുറത്തേക്ക് പോകും ചൂടാവും തോറും. പക്ഷെ അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ആ പാത്രം അടച്ചു വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയവും, പാത്രം തുറന്നു വെച്ച് ചൂടാക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറും ആയിരിക്കും.
എന്താണ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാലോ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള അതേ ഹീറ്റ് എനർജി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ഡെൽറ്റ വി വോളിയത്തിന് ചേഞ്ച് ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ഡെൽറ്റ വി എന്തായി മാറി, സീറോ ആയിട്ട് മാറി. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഡെൽറ്റ യു എന്നായിട്ട് മാറി. അതായത് സി വി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി വി കോൺസ്റ്റന്റ് വോളിയത്തിൽ എടുക്കുകയാണെങ്കിൽ അതെന്താണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ ഡെൽറ്റ ക്യൂവിന് പകരം എന്ത് എഴുതുക, ഡെൽറ്റ യു എന്ന് എഴുതുക. അപ്പൊ സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. പിന്നെ സി പിയുടെ നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടതാണ്. എന്താണ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ, ആർ ഈസ് ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ. അതുപോലെ അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു മോണോ അറ്റോമിക് ഗ്യാസ്, വീണ്ടും അതേ എക്സാമ്പിൾ തന്നെ, മോണോ അറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 3 തരത്തിൽ ഇൻഡിപെൻഡന്റ് ആയി സഞ്ചരിക്കാം. എക്സ് ആക്സിസിൽ സഞ്ചരിക്കാം, വൈ ആക്സിസിൽ സഞ്ചരിക്കാം, സെഡ് ആക്സിസിൽ സഞ്ചരിക്കാം. അപ്പൊ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടോ ഇന്റേണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എന്ന് പറയുന്നത് എത്രയാണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് കെ ബി ടി ആണ്. ഓരോ എനർജി മോളിനും ഹാഫ് കെ ബി ടി ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 3 ഡിഗ്രി ഉണ്ടെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3 ഇൻറ്റു ഹാഫ് കെ ബി ടി, 3/2 കെ ബി ടി. അത് 1 മോളിക്യൂളിനാണ്. 1 മോളിനാക്കണമെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3/2 Na കെ ബി ടി. Na ഇൻറ്റു കെ ബിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 3/2 RT. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം എന്താണ്? സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അപ്പൊ 3/2 ആറിനെ ബൈ ടി ചെയ്യുമ്പോൾ 3/2 R എന്ന് കിട്ടും. എന്താണ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ളത് എങ്ങനെ കിട്ടും? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണല്ലോ. അപ്പൊ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. അപ്പൊ 3/2 ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 5/2 ആർ കിട്ടും. അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ എങ്ങനെ കാണും? സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3/2 ബൈ 5/2 ബൈ 3/2. അപ്പൊ എന്ത് കിട്ടും? 5/3 എന്ന് കിട്ടും. അതാണ് മോണോ അറ്റോമിക്കിന്റെ കേസ്. അടുത്ത എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഡൈ അറ്റോമിക് കേസസ്. ഡൈ അറ്റോമിക് കേസസ് എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ 2 ആറ്റംസ് ഉണ്ടാവും. 2 ആറ്റംസിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ബോണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ബോണ്ട് ഭയങ്കര റിജിഡ് ആണെന്ന് വിചാരിക്കും. അപ്പോഴാണ് നമ്മൾ റിജിഡ് ഡൈ അറ്റോമിക് ഗ്യാസ് എന്ന് വിളിക്കുക. നേരെ മറിച്ച് ഈ ബോണ്ട് അത്ര റിജിഡ് അല്ല, ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോണ്ടിനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യാം. എന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെങ്ങനെ വലിച്ച് നീട്ടി ഇതാക്കാൻ പറ്റുന്ന ബോണ്ടാണെങ്കിൽ, ഇങ്ങനെ വിട്ടുപോരുത്, ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇതിനെങ്ങനെ വലിച്ചു നീട്ടും, ഒരു എലാസ്റ്റിസിറ്റി ഉള്ള ബോണ്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് നോൺ റിജിഡ് എന്നാണ് പറയുക. നമ്മൾ അടുത്ത കേസിൽ കാണും. അപ്പൊ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഡൈ അറ്റോമിക് ഗ്യാസസ്? റിജിഡ് ആണ്, ആ ബോണ്ട് റിജിഡ് ആണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതെങ്ങനെയാ? ഈ ബോണ്ട് ഒരുമിച്ച് എക്സ് ആക്സിസിൽ നീങ്ങുന്നു, വൈ ആക്സിസിൽ നീങ്ങുന്നു, സെഡ് ആക്സിസിൽ നീങ്ങുന്നു. അപ്പൊ 3 ട്രാൻസ്ലേഷണൽ ഉണ്ടാവും. 2 റൊട്ടേഷണൽ ഉണ്ടാവും. എങ്ങനെ 2 റൊട്ടേഷണൽ എന്നറിയോ? ഒന്നതാ ഇങ്ങനെ സ്വന്തം തിരിയാം, പിന്നെതാ ഇങ്ങനെ തിരിയാം അല്ലെ, പിന്നെയോ ഇങ്ങനെ തിരിയാം. അപ്പോ ഇതില് ഈ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ സ്വന്തമായിട്ട് തിരിയുന്നതിന് എനർജി വളരെ നെഗ്ലിജിബിൾ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും കൂടി ഇതാ ഈ പ്ലെയിനിലും അതുപോലെ നേരെ ഇതാ ഇങ്ങനെ ഈ 2 പ്ലെയിനിലുള്ള റൊട്ടേഷൻ, അതാണ് ഈ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ 3 ഉം 2 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇന്റേണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് കെ ബി ടി. അപ്പൊ 5 ഇൻറ്റു ഹാഫ് കെ ബി ടി 5/2 കെ ബി ടി. ഒരു മോൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റേണൽ എനർജി യു ഇസ് ഈക്വൽ ടു 5/2 Na കെ ബി ടി 5/2 ആർ ടി. സ്പെസിഫിക് ഹീറ്റ് സി വി എങ്ങനെയാ കാണുക? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അപ്പൊ 5/2 ആർ. സി പി എങ്ങനെയാ കാണുക? അതിന്റെ കൂടെ ഒരു പ്ലസ് ആർ ചെയ്യുക. അപ്പൊ 7/2 ആർ. അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ എങ്ങനെയാ കാണുക? സി പി ബൈ സി വി. അപ്പൊ എന്താണ് 7/2 ബൈ 5/2 എത്ര കിട്ടാം? 7/5.
ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൺസെപ്റ്റ് മാത്രമാണ്. ഇനി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? മോണോ അറ്റോമിക്കിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയാറ്റോമിക് റിജിഡ് ആണെങ്കിൽ 3 ട്രാൻസ്ലേഷണലും 2 റൊട്ടേഷണലും ചേർത്ത് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. അടുത്തത് നോൺ റിജിഡ് ഡയാറ്റോമിക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നോൺ റിജിഡ് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടിന് എക്സ്റ്റെൻഡും ചെയ്യാം കംപ്രസും ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ? 3 ട്രാൻസ്ലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ, സെഡ് ആക്സിസിൽ ഇങ്ങനെ 3 രീതിയിൽ നീങ്ങാം. പിന്നെ 2 റൊട്ടേഷണൽ, ഇതാ ഇങ്ങനെയുള്ള ഒരു റൊട്ടേഷണലും, പിന്നെ അതുപോലെ ഇതാ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇതാ ഇങ്ങനെയുള്ള റൊട്ടേഷണൽ. അപ്പൊ 2 റൊട്ടേഷണൽ. ഇനി 2 വൈബ്രേഷണൽ. 2 വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ബോണ്ട് റിജിഡ് അല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന വൈബ്രേഷൻ ആണ്. പക്ഷെ ഈ വൈബ്രേഷണൽ മോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. ഒരു വൈബ്രേഷണൽ മോഡിന്റെ തന്നെ എന്തൊക്കെ എനർജി ഉണ്ടാവും? വൈബ്രേഷണലിന് കൈനറ്റിക്കും ഉണ്ടാവും, പൊട്ടൻഷ്യലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2 വൈബ്രേഷണൽ മോഡ് എന്ന് എഴുതിയത്. അപ്പോൾ 3, 2, 5, 2, 7 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഇന്റേണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എന്താ? 7 × ½ kBt, 7/2 kBt. 1 മോളിക്യൂളിന്റെ 1 മോളിന്റെ ഇന്റേണൽ എനർജി എന്താ? ഇൻറ്റു Na ചെയ്യാം. അപ്പോൾ 7/2 NaKBt, അതിന് പകരം 7/2 RT. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി CV എങ്ങനെ കിട്ടുക? ΔU/ΔT, അതായത് 7/2 R. CP എങ്ങനെ കിട്ടുക? CV + R. അപ്പോൾ 7/2 + R, 9/2 R. Adiabatic constant gamma is equal to CP/CV. അപ്പൊ 9/2/7/2 എത്ര കിട്ടുക? 9/7. ഇനി പോളി അറ്റോമിക് ഗ്യാസസ്. എന്താണ് ഈ പോളി അറ്റോമിക് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ? ഇതിപ്പോ നമ്മൾ ഒരു മോളിക്യൂളാണ് അല്ലെ? ഒരു മോളിക്യൂളാണ്. ഒരു മോളിക്യൂളിന്റെ അടുത്ത് ഒരു ആറ്റമാണ്. ഒരു ആറ്റത്തിന് വേറൊരു ആറ്റവും കൂടി ആയിട്ട് ബോണ്ട് ഉണ്ടെങ്കിൽ ഡയാറ്റോമിക് എന്ന് പറയും. ഇനി ഈ നടുവിൽ നിൽക്കുന്ന ആറ്റത്തിന് ഒരുപാട് ചുറ്റുമുള്ള വേറെ ഒരുപാട് ആറ്റങ്ങളുമായിട്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അത്തരം ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളി അറ്റോമിക് എന്ന് പറയുക. അപ്പൊ അങ്ങനത്തെ ഗ്യാസ്, പോളി അറ്റോമിക് ആയിട്ടുള്ള ഗ്യാസസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? ഉറപ്പായും 3 ട്രാൻസ്ലേഷണൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വേണമെന്നറിയോ? ആ സിംഗിൾ റൊട്ടേഷനെയും എനർജി ലെവലിനെയും കൂടി പരിഗണിക്കണം. അതുകൊണ്ടാണ് 3 റൊട്ടേഷണൽ ഉണ്ടാവുന്നത്. പിന്നെ 2f വൈബ്രേഷണൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എത്ര ബോണ്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഫ്രീ വൈബ്രേഷണൽ മോഡ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 2f എന്ന് പറയുന്നത്, എത്രയാണ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് അറിയില്ല, എത്ര വൈബ്രേഷൻസ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എഫ് ആണ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. ഇനി ഒരു വൈബ്രേഷണൽ മോഡിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് 2 × F എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ 3 3 6 + 2f, 6 + 2f. ഇനി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. കാരണം പോളി അറ്റോമിക് ഇപ്പൊ 4 ആറ്റമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ എഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബോണ്ടിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള നമ്പർ ഓഫ് വൈബ്രേഷൻസിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റേണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ½ kBt. അപ്പൊ 6 + 2f ഇൻറ്റു ½ kBt, 3 + f kBt എന്ന് കിട്ടും. ഇന്റേണൽ എനർജി ഓഫ് 1 മോൾ എന്താണ്? U is equal to ഇൻറ്റു Na ചെയ്യാം. 3 + f Na kBt എന്ന് കിട്ടും. Na ഇൻറ്റു kB 6, അപ്പൊ 3 + f RT എന്ന് കിട്ടും. CV is equal to ΔU/ΔT, അപ്പൊ 3 + f R എന്ന് കിട്ടും. CP is equal to ഇതിന്റെ കൂടെ ഒരു +R കൂടി ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 4 + f R എന്ന് കിട്ടും. Adiabatic constant gamma is equal to CP/CV. അപ്പൊ 4 + f/3 + f എന്ന് കിട്ടും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ്. സോളിഡ്സ് 3 ഡയമെൻഷനിലാണെങ്കിൽ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോളിഡ്സിന്റെ ലിക്വിഡിന് 3 ഡയമെൻഷനിലാണെങ്കിൽ വൈബ്രേഷണൽ എനർജി മാത്രമാണ് ഉണ്ടാവുക. 3 ഡയമെൻഷണൽ സോളിഡ്സ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അവർക്ക് വളരെ എളുപ്പത്തിൽ നീങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വൈബ്രേഷണൽ എനർജി മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ 3 വൈബ്രേഷണൽ എനർജി അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ആണല്ലോ. അപ്പൊ 3 kBt ആവും. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന് U × 3 kBt, അതായത് 3 RT എന്ന് കിട്ടും. അപ്പൊ CV is equal to, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സിന് CV CP ഒന്നുമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, അതായത് ΔU/ΔT. അപ്പൊ അതിൽ നിന്ന് 3R എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഡ്യൂലോങ് ആൻഡ് പെറ്റിറ്റ്സ് ലോ എന്ന് വിളിക്കുക. അതായത് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. കണ്ടോ? 3 × R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 3 × R. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്യൂലോങ് പെറ്റിറ്റ്സ് ലോ എന്ന് വിളിക്കുക. സ്റ്റേറ്റ്സ് ദാറ്റ് the specific heat capacity of a solid is a constant. കണ്ടോ? C is equal to 3R.
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും കിട്ടാം? വാട്ടർ മോളിക്യൂളിനെ നമ്മളൊരു സോളിഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് സോളിഡ് ആയിട്ട് കൺസിഡർ മോണോ അറ്റോമിക് സോളിഡ്സിന്റെ കാര്യമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഡ്യൂലാംഗ്-പെറ്റിറ്റ്സ് ലോ ഒക്കെ. അടുത്തത് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ കിട്ടുകയാണെങ്കിൽ 1 മോളിക്യൂളിന് എത്ര ഉണ്ടാവും? 3 ആറ്റംസ് ഉണ്ട്. H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും 3 ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഇൻറ്റു 3 ചെയ്യണം. 3R ഇൻറ്റു 3 ചെയ്യുക. അപ്പൊ 9R എന്ന് കിട്ടും. അടുത്തത് മീൻ ഫ്രീ പാത്ത്. എന്താണ് ഈ വാക്കിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന പാത്ത് എന്നാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. എത്ര ദൂരം ഒരു മോളിക്യൂളിന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അതായത് കൊലീഷന് മുൻപ് ഒരു ആറ്റത്തിന് എത്ര ദൂരം അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീൻ ഫ്രീ പാത്ത്. സക്സസീവ് കൊലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും കൊലീഷൻ അല്ല, അടുപ്പിച്ചുള്ള ഒരു കൊലീഷൻ കഴിഞ്ഞ് അടുത്ത കൊലീഷന്റെ ഇടയിൽ ഒരു മോളിക്യൂളിന് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. കൺസിഡർ എ മോളിക്യൂൾ ഓഫ് ഡയമീറ്റർ d. മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് നോക്കൂ, എപ്പോഴാണ് ഒരു മോളിക്യൂൾ കൊലൈഡ് ചെയ്യുന്നു എന്ന് പറയാം? ഇതാണ് 2 മോളിക്യൂൾ എന്ന് വിചാരിക്കൂ. ഈ 2 മോളിക്യൂൾസ് എപ്പോഴാണ് കൊലൈഡ് ചെയ്യുക? ഇങ്ങനെ കൊലൈഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സർക്കിൾ ആണെങ്കിൽ ഇവരുടെ സെന്റേഴ്സ് തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും? d തന്നെ ആയിരിക്കും. ആലോചിച്ച് നോക്കൂ, ഇത് d, ഇത് d ആണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത ഒരാളും കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ കൊലീഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ ആദ്യത്തെ മോളിക്യൂളിന്റെ സെന്ററും രണ്ടാമത്തെ മോളിക്യൂളിന്റെ സെന്ററും തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും? d ആയിരിക്കും. അപ്പോഴാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 മോളിക്യൂൾസ് ഇസ് d. അപ്പോഴാണ് നമ്മൾ അവര് കൊലൈഡ് ചെയ്തു അല്ലെങ്കിൽ ദേ മേക്ക് എ കൊലീഷൻ എന്ന് പറയുക. എന്താണ് ആവറേജ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ? നമ്മൾ നേരത്തെ കണ്ടു, ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. അപ്പൊ നമുക്ക് വെറുതെ ആവറേജ് മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? VRMS എന്നുള്ള രീതിയിലാണ് എന്ത് ഇട്ടിട്ടുള്ളത്? ഈ ആവറേജ് എന്നുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള ഇത് ഇട്ടിട്ടുള്ളത്. എന്താണ് ആ ഒരു സമയത്ത് ΔT സമയത്ത് ഒരു മോളിക്യൂൾ സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? V∆T ആയിരിക്കും. ആ സമയത്ത് അത് പാസ് ചെയ്യുന്ന വോളിയം, അതായത് ഇവിടെ നിന്ന് ഈ മോളിക്യൂളിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മുട്ടാണ്. അപ്പോ ഇതിൽ മുട്ടാൻ വേണ്ടി സഞ്ചരിച്ച ദൂരം Vx∆T ആണെന്ന് വിചാരിക്കാം. അത്രയും അതിനുള്ളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും എണ്ണത്തിന് എന്ത് ചെയ്യും? അത് കൂട്ടിയിടിക്കുമല്ലോ. അപ്പൊ അതിനുള്ളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണണം. മോളിക്യൂൾസ് എത്ര ഉണ്ടെന്ന് കാണണമെങ്കിൽ വോളിയം കിട്ടണം അല്ലെ? വോളിയം എന്താണ്? ഇതിന്റെ ഏരിയ ഇൻറ്റു ആ ലെങ്ത്. അപ്പൊ ഏരിയ എത്രയാണ്? ഇതിന്റെ മോളിക്യൂളിന്റെ ഏരിയ എത്രയാണ്? πd² ആണ്. πd² ഇൻറ്റു V∆T. ആവറേജ് വെലോസിറ്റി ആണെന്ന് കാണിക്കാനാണ് മാർക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ πd² ഇൻറ്റു V∆T എന്ന് കിട്ടും. ഈ വോളിയത്തിനുള്ളിൽ n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു യൂണിറ്റ് വോളിയത്തിൽ സ്മോൾ n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കൊലീഷൻസ് അത് അത്രയും ദൂരം കടന്നു പോകുമ്പോഴേക്കും കടന്നു പോകും? എത്ര കൊലീഷൻസ് ഉണ്ടാവും? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സ്മോൾ n πd² V∆T. അപ്പൊ റേറ്റ് ഓഫ് കൊലീഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? T ചെയ്യണം. റേറ്റ് ഓഫ് കൊലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിലുള്ള കൊലീഷൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ΔT RHSയുടെ ΔT LHSലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും? nπd²V എന്ന് കിട്ടും. ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ്, മറ്റത് റേറ്റ് ആണ്. ഇനി ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 1/nπVd² എന്ന് കിട്ടും. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടണമെങ്കിൽ എങ്ങനെ ഡിസ്റ്റൻസ് കിട്ടുക? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ഈ ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ്. അപ്പൊ എന്ത് കിട്ടും? V ഇൻറ്റു 1/nπVd² എന്ന് കിട്ടും. അപ്പൊ 1/nπd² എന്ന് കിട്ടും. കുറച്ചുകൂടി കൃത്യമായി നമ്മൾ പരീക്ഷണം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു √2 കൊണ്ട് കൂടി അതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ കൺസെപ്റ്റിലില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത പ്രാവശ്യം ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ ഇതേ വാക്ക് പിന്നെയും നമുക്ക് അവിടെ ആവശ്യം വരും. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ്. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊലീഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. സോ മീൻ ഫ്രീ പാത്ത് L is equal to 1/nπd², അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ L is equal to 1/√2 into nπd² എന്നാണ് കിട്ടുക.
പ്രോബ്ലം ചെയ്ത് നോക്കാം. സിലിണ്ടർ ഓഫ് ഫിക്സഡ് കപ്പാസിറ്റി 44.8 liters contains helium gas at standard temperature and pressure. What is the amount of heat raised to raise the temperature of gas in the cylinder by 15 degree Celsius? അപ്പോൾ 44.8 ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. ഹീലിയം ഗ്യാസ് ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലുമാണ്. അതെന്തിനാ അങ്ങനെ തന്നിട്ടുള്ളത്? you know that PV is equal to mu RP. 1 mole of any gas at standard temperature and pressure 22.4 ലിറ്റേഴ്സിലാണ് അല്ലേ? നമ്മൾ occupies a volume of 22.4 liters. 1 mole എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റേഴ്സിലാണ് 1 mole of a ഗ്യാസ് ഉണ്ടാവുക. ഈ വോളിയത്തിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സിലിണ്ടറിൽ 44.8 ലിറ്റേഴ്സ് ഉണ്ട്. അതായത് 2 മോൾ ഓഫ് ഹീലിയം ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹീലിയം ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണ്? CV is equal to 3/2 R ആണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ. പിന്നെ കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ എത്രയാണ്? CP is equal to 5/2 R ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ സിലിണ്ടർ ഫിക്സഡ് ആയതുകൊണ്ട് ഹീറ്റ് റിക്വയർഡ്, ഇവിടെ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്താണ്? ഫിക്സഡ് കപ്പാസിറ്റി ആണ്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് CV ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഇക്വേഷൻ CV ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹീറ്റ് റിക്വയർഡ് ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു CV ഡെൽറ്റ T എന്നുള്ള ഒരു ഇക്വേഷൻ ഫോർം ഉണ്ട്. അതൊരു 1 മോളിനാണ്. N മോൾസ് ഉണ്ടെങ്കിൽ മ്യൂ അല്ലെങ്കിൽ മ്യൂ മോൾസ് ഉണ്ടെങ്കിൽ മ്യൂ CV ഡെൽറ്റ T എന്ന് വെക്കണം. ഇവിടെ മ്യൂ എത്രയാണ്? 2 ആണ്. CV എത്രയാണ്? 3/2 R ആണ്. പിന്നെ റൈസിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 15 ആണ്. അപ്പോൾ അത് ചെയ്താൽ എന്ത് കിട്ടും? 45 R എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 2 ആണ്. CV എത്രയാണ്? 3/2 R ആണ്. ആ 3/2 എന്നുള്ളതിന് പകരമാണ് ഈ 1.5 എന്ന് എഴുതിയത്. ഇൻറ്റു റൈസിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഉയർത്തേണ്ടത്. അപ്പോൾ 50 ചെയ്താൽ 45 R എന്ന് കിട്ടും. അപ്പോൾ 40 R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. 8.31 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 374 ജൂൾസ് എന്ന് കിട്ടും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. 2 കൺസെപ്റ്റ് ആണ്. ആദ്യത്തെ ഭാഗത്ത് നിന്ന് പ്രഷറിനുള്ള എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്യാനും ഡെറിവേഷൻ പ്രഷറും കൈനറ്റിക് എനർജിയും ഉള്ള ആ എക്സ്പ്രഷൻ നന്നായിട്ട് പഠിക്കണം. രണ്ടാമത്തെ ഭാഗത്ത് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ആശയം ഉപയോഗിച്ച് CP CV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതും, പിന്നെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ഇല്ലെങ്കിലും അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.